ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ലിസ ജോർജ്, ഫിലോക്കാലിയയിൽ നിന്നും. എസക്കിയേലിന്റെ പുസ്തകം 18-ാം അധ്യായം 19ഉം 20ഉം വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: പിതാവിന്റെ ദുഷ്ടതയ്ക്ക് മക്കൾ ശിക്ഷ അനുഭവിക്കാത്തത് എന്തെന്ന് നിങ്ങളിൽ പലരും ചോദിച്ചേക്കാം. പുത്രൻ നിയമാനുസൃതവും ന്യായപ്രകാരവും വർദ്ധിക്കുകയും എന്റെ കൽപ്പനകൾ വളരെ ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്താൽ അവൻ ജീവിക്കും. അതായത് അവന് നിത്യരക്ഷ ഉറപ്പാണെന്ന് തിരുവചനം നമ്മളോട് പറയുകയാണ്. വീണ്ടും 20-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പാപം ചെയ്യുന്നവൻ ആണ് മരിക്കുന്നത്. പിതാവിന്റെ ദുഷ്ടതയ്ക്ക് പുത്രനോ പുത്രന്റെ ദുഷ്ടതയ്ക്ക് പിതാവോ ശിക്ഷ അനുഭവിക്കപ്പെടുന്നില്ല. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കനുസരിച്ചാണ് ശിക്ഷിക്കപ്പെടുക എന്നത്. നീതിമാൻ തന്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തന്റെ ദുഷ്ടതയുടെ ഫലവും അനുഭവിക്കും എന്നാണ് തിരുവചനം പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഈ വചനം ഇവിടെ പറയുവാന് ഒരു കാരണമുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു യുവാവ് എന്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചി, പൂർവ്വപാപം അഥവാ ശാപം എന്നൊന്ന് ഉണ്ടോ? ഞാൻ ചോദിച്ചു, നീ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അതെ, ഞങ്ങളുടെ കുടുംബത്തില് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു സ്വരച്ചേർച്ചയില്ല. കുറ്റപ്പെടുത്തലും പിറുപിറുക്കളും ഒറ്റപ്പെടുത്തലും, ഏത് ജോലി ചെയ്താലും ഉയർച്ചയില്ല, ബിസിനസ് ആണെങ്കിൽ താന്നു പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു കൗൺസിലറുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് പൂർവ്വ പാപത്തിന്റെ പരിണത ഫലമായിട്ടുണ്ടായ അവസ്ഥയാണ് എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് എന്റെ ബോധ്യത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നുമാണ് ഞാൻ പറയുന്നത്. തിരുവചനം പറയുന്നു, പിതാവിന്റെ ദുഷ്ടതയ്ക്ക് പുത്രനോ പുത്രന്റെ ദുഷ്ടതയ്ക്ക് പിതാവോ ശിക്ഷ അനുഭവിക്കുന്നില്ല. ഓരോരുത്തരും അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചാണ് ശിക്ഷിക്കപ്പെടുന്നത് എന്ന്. മാത്രമല്ല, പിതാവിന്റെ ദുഷ്ടത പുത്രനിലേക്ക് കടന്നു വരാതിരിക്കണമെങ്കിൽ പുത്രൻ നിയമാനുസൃതവും ന്യായപ്രകാരവും വർദ്ധിക്കുകയും കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കുകയും വളരെ ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്താൽ പിതാവിന്റെ ഒരു പാപമോ അതുമൂലമുള്ള കോപമോ നിനക്ക് വരികയില്ലെന്ന് ആര് പറയുന്നു? വചനം പറയുന്നു. വചനം ദൈവമാണ്. വചനം ആത്മാവും ജീവനുമാണ്. വചനം സത്യമാണ്. എങ്കില് ഈ വചനം നമ്മളോട് പറയുന്നത് നമ്മൾ വിശ്വസിക്കുകയല്ലേ വേണ്ടത്? പൂർവശാപം പൂർവപാപം എന്ന് പറഞ്ഞ് നമ്മള് ഓടി നടക്കേണ്ട കാര്യമുണ്ടോ? വചനം നീ അനുസരിക്കാത്തത് കൊണ്ടാണ് നിനക്ക് തെറ്റ് പറ്റുന്നതെന്ന് തിരുവചനം നമ്മളോട് പറയുന്നുണ്ട്. അത് നമ്മൾ വിശ്വസിക്കുക, വിശ്വസിച്ചേറ്റ് പറയുക. തീർച്ചയായിട്ടും ഒരു പിതൃകോപവും നമ്മളിലേക്ക് വരില്ല. ഒരു പക്ഷേ നിന്റെ ഈ കുടുംബത്തിന് നീ അനുഭവിക്കുന്ന ഈ അസ്വസ്ഥതയ്ക്ക് കാരണം നിന്റെ തന്നെ പാപമാകും. കാരണം നിങ്ങൾ തമ്മിലുള്ള പിറുപിറുപ്പ്, ഒറ്റപ്പെടുത്തല്, കുറ്റപ്പെടുത്തലുകള് അത് നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം കളയും. 4 ദിവസം കൊണ്ട് കിട്ടേണ്ട കാര്യം നിങ്ങൾക്ക് 4 വർഷത്തേക്ക് നീണ്ടുപോകും. നമുക്ക് ഇസ്രായേൽ ജനത്തിന്റെ കാര്യം അറിയാമല്ലോ. 40 ദിവസം കൊണ്ട് കിട്ടുന്നത് 40 വർഷം കൊണ്ട് നീണ്ടുപോയി. അപ്പൊ അത് പിതാവിന്റെ മുമ്പിൽ പഴിചാരിക്കൊണ്ട് നീതീകരിക്കാൻ നീ നോക്കണ്ട. സത്യമായും ഇത് നമ്മളുടെ തന്നെ പാപത്തിന്റെ പരിണത ഫലമാണ്. പിതാവിൽ നിന്നുള്ള ഒരു കോപവും നമ്മളിലേക്ക് വരില്ല. അതിന് നീതിയായിട്ടും ന്യായമായിട്ടും ജീവിക്കാൻ കർത്താവ് നമ്മളോട് ഉത്ബോധിപ്പിക്കുന്നു. വീണ്ടും ഞാൻ പറയുകയാണ്, യേശുക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? പാപികളെ രക്ഷിക്കാനും അവർക്ക് വിടുതൽ കൊടുക്കുവാനുമാണ് കർത്താവ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു, അവൻ നമ്മുടെ ശാപങ്ങൾ ഏറ്റെടുത്തു എന്ന് തിരുവചനം നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെയെങ്കില് ഈ പൂർവ്വപാപം ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഓടി ഓടി നടക്കുമ്പോൾ യേശുവിന്റെ കുരിശിന്റെ മരണം വൃഥാവിലാവില്ലേ? യേശുവിന്റെ കുരിശിന്റെ മരണത്തിന് അർത്ഥമുണ്ടോ? പക്ഷെ ഈശോയുടെ കുരിശിലൂടെ കിട്ടുന്ന സൗജന്യമായ രക്ഷ നിനക്ക് അനുഭവമാകണമെങ്കിൽ നീ എന്ത് ചെയ്യണം? യേശുവിനെ നിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി നീ സ്വീകരിക്കണം. ഹൃദയത്തില് വിശ്വസിക്കണം, അംഗീകരിച്ച് ഏറ്റുപറയണം. അവന്റെ പാദാന്തികത്തിൽ നിന്നെ സമ്പൂർണമായിട്ട് സമർപ്പിക്കാൻ കഴിയണം. മാത്രമല്ല, നീ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നതെന്ന് വിശ്വസിച്ച് നിനക്ക് ഏറ്റു പറയാൻ കഴിയണം. ആ കുരിശിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നിന്റെ ജനനം മുതൽ ഇന്ന് വരെയുള്ള നിന്റെ പാപാവസ്ഥകളെ നീ സമർപ്പിക്കുമ്പോൾ അവൻ ഏറ്റെടുക്കും. കാരണം യേശു ഇന്നും ഇന്നലെയും നാളെയും ഒരുവൻ തന്നെയാണ്.
അപ്പൊ എനിക്കൊരു ബാല്യകാലം ഉണ്ടായിരുന്നു, ഒരു കൗമാരം ഉണ്ടായിരുന്നു, ഒരു യൗവനം ഉണ്ടായിരുന്നു, ഒരു വാർദ്ധക്യം ഉണ്ടായിരുന്നു. ഈ അവസ്ഥയിലൂടെ എനിക്ക് കടന്നു വന്ന പാപം, അതിന്റെ പരിണത ഫലം എനിക്കറിയാം. എനിക്ക് ആ പാപം മൂലം ദുശീലങ്ങള്, ദുസ്സഴക്കങ്ങള്, ആന്തരികമായ മുറിവുകള്, ഇത് പല പല പാപബന്ധനങ്ങളിലേക്ക് നമ്മളെ നീക്കിക്കൊണ്ടുപോയി. ഇത് നമുക്ക് പരിഹരിക്കാൻ പറ്റുമോ? ഇല്ല. അത് ഏറ്റെടുക്കാനാണ് എന്റെ ഈശോ വന്നത്. അപ്പൊ ഇന്നും ഇന്നലെയും നാളെയുമായ കർത്താവിന്റെ കയ്യിലേക്ക് അവൻ നീ ഏറ്റെടുത്ത് കൊടുക്കുമ്പോൾ ജനനം മുതൽ ഇന്ന് വരെയുള്ള നമ്മുടെ അവസ്ഥകളിലേക്ക് യേശു കടന്നു വന്ന സർവ്വ വിമോചനം നമുക്ക് നൽകുന്നു. എപ്പോൾ അവനെ നീ രക്ഷകനും നാഥനും കർത്താവും ദൈവവുമായി സ്വീകരിക്കുമ്പോൾ. വീണ്ടും ഒരു കത്തോലിക്കൻ എന്ന നിലയ്ക്ക് നമുക്ക് സഭയിലൂടെ എന്തെല്ലാം അനുഗ്രഹമാണ് കിട്ടുന്നത്? വിശുദ്ധ കുർബാനയിലൂടെ തന്നെ നമുക്ക് പാപമോചനവും കടങ്ങൾക്ക് പൊറുതിയും കിട്ടുന്നു. വിശുദ്ധ കുർബാനയില് പല ആവർത്തി പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ കടങ്ങൾക്ക് പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ എന്ന്. നീ എന്ന വ്യക്തി ആത്മാർത്ഥമായി ഹൃദയം കൊണ്ട് കുർബാന കാണാനല്ല, കുർബാന അർപ്പിക്കാനാണ് നീ വരുന്നതെങ്കിൽ ആ കുർബാനയിലെ ഓരോ പ്രാർത്ഥനയിലൂടെയും നീ ഹൃദയം കൊണ്ട് അത് ഏറ്റു പറഞ്ഞ് അതിനോട് ഒത്തുചേർന്ന് നീ പോകുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് അവിടെ പാപവിമോചനവും രക്ഷയും കിട്ടുന്നു. കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമുക്കറിയാം, ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് പുരോഹിതൻ പറയുന്ന സമയം, ആ രക്ഷാകരമായ ആ സമയത്ത് ഈ രക്ഷാകരമായ രഹസ്യം തിരുമുമ്പിൽ ഞാൻ അർപ്പിക്കുന്നുവെന്ന് പുരോഹിതൻ പറഞ്ഞ് അപ്പവും വീഞ്ഞും എടുത്തു വെക്കുന്ന സമയത്ത് ഞാനെന്ന വ്യക്തി ഈ അപ്പത്തോടും വീഞ്ഞിനോടൊപ്പം എന്നെയും എന്റെ സന്തതി പരമ്പരകളെയും മാതാപിതാക്കളെയും പൂർവികരെയും ജനനം മുതൽ ഇന്ന് വരെയുള്ള അവസ്ഥയോടെ സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ സമർപ്പിക്കുമ്പോൾ അടുത്ത പ്രാർത്ഥന, ഇത് നിങ്ങളുടെ പാപ വിമോചനത്തിനായി മുറിക്കപ്പെട്ട എന്റെ ശരീരമാകുന്നു. ഇങ്ങനെ പറഞ്ഞ വിശുദ്ധ കുർബാന ഉയർത്തുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, എന്റെ പാപങ്ങൾക്ക് വിമോചനമായി മുറിക്കപ്പെട്ട ഈശോയെ, ഈ മുറിക്കപ്പെട്ട നിന്റെ ശരീരത്തിന്റെ യോഗ്യതയാൽ ഞാനിന്ന് സമർപ്പിച്ചതിനെല്ലാം സൗജന്യമായ പാപവിമോചനവും വിടുതലും തരണമേ എന്ന്. വീണ്ടും പുരോഹിതൻ പറയും, ഇത് നിങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കായി ചിന്തപ്പെട്ട എന്റെ രക്തമാകുന്നു എന്ന്. ആ സമയത്ത് എനിക്ക് പറയാൻ കഴിയണം, ഞങ്ങളുടെ പാപത്തിന് വിമോചനമായി ചിന്തപ്പെട്ട യേശുവിന്റെ തിരുരക്തമേ, ആ തിരിച്ചറിയാൻ ഞങ്ങളെ എല്ലാവരെയും കഴിയണമേ. അങ്ങനെ നമ്മൾ സമർപ്പിക്കുമ്പോൾ വൈദികൻ ഇത് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ ഗോതമ്പപ്പവും വീഞ്ഞും യേശുവിന്റെ ശരീരവും രക്തവുമായി മാറുന്നത് സത്യമാണ്. അത് സത്യമാണെങ്കിൽ നീ സമർപ്പിച്ചതെല്ലാം ഈശോയുടെ പ്രിയപ്പെട്ടതായി തീരുകയും സൗജന്യമായ ഒരു പാപവിമോചനം നിനക്ക് അവിടെ ലഭിക്കുകയും ചെയ്യും. നീ നിന്റെ പൂർവികരെ സമർപ്പിച്ചിട്ടുണ്ട്, അത് ഈശോയുടെ കൈ കൊടുത്തോ. അവർക്ക് പാപവിമോചനം വിടുതലും കൊടുക്കുന്നത് കർത്താവാണ്. അത് ഞാൻ ചുമരി വലിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അപ്പൊ അവിടെ സൗജന്യമായ പാപവിമോചനം കിട്ടുന്നു. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാണ്. ചിലർ പറയും മരണഭയമാണ്, മരണപേടിയാണെന്നൊക്കെ. ഞാൻ ചെയ്യാറുള്ളത് ഇതാണ്, ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കും, കുരിശിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട എന്റെ ഈശോയെ, എന്റെ മരണസമയത്ത് എന്നെ കൈവടിയല്ലേ, എന്റെ മരണസമയത്ത് നീ എന്റെ അടുക്കൽ ഉണ്ടായിരിക്കണമേ. യേശുവെ, അവിടുത്തെ തിരുനാമം ഏറ്റു പറഞ്ഞ് നല്ല മരണം പ്രാപിക്കാൻ എന്നെ സഹായിക്കണമേ. അപകടങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും മരണഭീതി മാറ്റിത്തരുകയും പ്രത്യാശയോടെ മരിക്കാൻ എനിക്ക് കൃപ നൽകുകയും ചെയ്യണമെന്ന്. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളെയും ഈ വിശുദ്ധ കുർബാനയും നമ്മൾ സമർപ്പിക്കുമ്പോൾ അവിടെ സൗജന്യമായ വിടുതല് നമുക്ക് കിട്ടുന്നു. പിന്നെ എങ്ങനെ പൂർവ്വഭാവം നമ്മളിലേക്ക് വരും? തീർച്ചയായിട്ടും എന്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ പറയാണ്, ഒരു പൂർവ്വഭാവവും നമ്മളിലേക്ക് കടന്നു വരത്തില്ല. അതിന് നീ ചെയ്യേണ്ടത് ആദ്യം പറഞ്ഞു എസെക്കിയേൽ പ്രവാചകൻ, നീ നീതിയായിട്ടും ന്യായമായിട്ടും ജീവിക്കണം, കർത്താവിന്റെ വചനം അതിശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്താൽ ഒരു പാപവും ഒരു ശാപവും നിന്നിലേക്ക് ഏറ്റുവരില്ല. പിന്നെ നമ്മുടെ കത്തോലിക്ക നിയമം അനുസരിച്ച് നമുക്ക് കുമ്പസാരം ഉണ്ടല്ലോ. നിന്റെ പാപമായിരിക്കും നിന്റെ കുടുംബത്തിലെ പ്രശ്നത്തിന് കാരണം. അപ്പൊ കൂടെ ആഴമായി അനുതപിച്ച് പശ്ചാത്തപിച്ച് നിനക്കൊരു നല്ല കുമ്പസാരം നടത്താൻ കഴിയുമ്പോഴും അവിടെ എല്ലാ തരത്തിലുള്ള വിടുതൽ കിട്ടുന്നു. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഒരുപക്ഷെ
നമ്മുടെ അപ്പനോ അമ്മച്ചോ മരിച്ചുപോയി, അവര് ചില പാവങ്ങളൊക്കെ ചെയ്ത് എനിക്കറിയാം. അങ്ങനെ അറിയാമെങ്കിൽ നമുക്കതിന് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയുന്ന പാവം കേട്ടോ. അതേതാണെന്ന് വെച്ചാൽ, ഒന്നുകില് അതിർത്തിക്കല്ല് മാറ്റിയിടുക. നമുക്കറിയാം കാർന്നോമാരായി പണ്ടേ നിർമ്മിച്ച ആ അതിർത്തിക്കല്ല് മാറ്റിക്കളയരുത്, അത് വലിയ കോപമുള്ളതാണ്. അപ്പൊ ആ അതിർത്തിക്കല്ല് മാറ്റിയിടുന്നത് നിനക്ക് അറിയാമെങ്കിൽ നീ അത് നേരെയാക്കാനായിട്ട് നീ ശ്രമിക്കണം. അപ്പൊ അവിടെ അപ്പന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടും. പിന്നെ അപ്പൻ കുറെ കടം മേടിച്ചു, അത് തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി. അങ്ങനെ വരുവാണെങ്കിൽ നിനക്ക് പറ്റും, ആ കടം കൊടുക്കാനുള്ള ആളോട്, ചേട്ടാ എന്റെ അപ്പച്ചൻ തന്ന തരാനുള്ള പൈസ ഞാൻ തരാം കേട്ടോ, അത് കുറേശ്ശെ തന്നു കിട്ടാം. അവിടെ എന്റെ അപ്പന് വിടുതൽ കിട്ടുന്നു. പിന്നെ ദാനധർമ്മം പാപങ്ങളുടെ കടം മോചിക്കുന്നു. അപ്പൊ ദാനധർമ്മം ചെയ്യാം, വിശുദ്ധ കുർബാന അർപ്പിക്കാം. ഇങ്ങനെയൊക്കെ നമ്മുടെ പൂർവികർക്ക് വേണ്ടി നമുക്ക് പ്രായശ്ചിത്തം ചെയ്യാനും കഴിയും. യേശുവിൽ പ്രിയമുള്ളവരെ, നമുക്ക് പൂർവ്വപാപം എന്ന ഭയമുണ്ട് നമ്മൾ നടക്കണ്ട. തീർച്ചയായിട്ടും പൂർവ്വപാപം നമ്മളിലേക്ക് കടന്നു വരികയല്ല. ഈ കേട്ട വചനങ്ങൾ ഓരോന്നും നിങ്ങൾ ആത്മശോധന ചെയ്ത് മുന്നോട്ട് പോവുക. വചനം നിങ്ങൾക്ക് സമീപസ്ഥമാണ്. വചനമാണല്ലോ സത്യം, അത് നിങ്ങളെ നയിക്കട്ടെ. ആമേൻ.